എൻ്റെ പേര് സജി എന്നാണ്. ഞാൻ വയനാട് ജില്ലയിൽ നീർവാര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ ASI ആയി ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ സ്ഥലത്ത് ഞാൻ കാപ്പി, കുരുമുളക്, കവുങ്ങ് തുടങ്ങിയ കൃഷി കൂടാതെ വിവിധ ഇനം ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നുണ്ട്. ഏകദേശം 85 ഇനങ്ങൾ ഫ്രൂട്ട്സ് ഇനങ്ങളാണ് ഞാൻ എൻ്റെ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ വിവിധ ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് വരാനുള്ളൊരു ശരിയായൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പ്രദേശത്ത് വിവിധ ക്യാൻസർ രോഗികൾ വളരെയധികം വർദ്ധിച്ചു വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഒരു വിഷമില്ലാത്ത നല്ലൊരു ഭക്ഷ്യോൽപ്പന്നം നമുക്ക് കഴിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക, വിവിധ ഫ്രൂട്ട്സ് ചെടികൾ നമ്മുടെ നാട്ടിൽ നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും എന്ന് വിവിധ കർഷകരിലേക്ക് അറിയിക്കുക. അതുവഴി എല്ലാവരും നല്ലൊരു ഭക്ഷണ രീതിയിലേക്കും കൃഷി രീതിയിലേക്കും തിരിയുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ കൃഷി സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 7 വർഷത്തിന് മേലെയായി ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്. ഇപ്പോൾ 20 ഇനത്തിന് മേലെ ഫ്രൂട്ട്സ് കായ്ച്ചു തുടങ്ങി. ഇനി ബാക്കി 65ഓളം ഇനങ്ങൾ കായ്ക്കുവാനുണ്ട്. വിദേശ ഫ്രൂട്ട്സാണ് ഞാൻ ഈ സ്ഥലത്ത് കൂടുതലായി കൃഷി ചെയ്തിട്ടുള്ളത്. ഇത് ലോങ്ങൻ ഫാമിലിയിൽപ്പെട്ട റൂബി ലോങ്ങൻ എന്ന ഒരു ചെടിയാണ്. റൂബി ലോങ്ങൻ കായ്ക്കാൻ ഏകദേശം 3 വർഷം എടുക്കും. റൂബി ലോങ്ങനിൽ വിവിധ വെറൈറ്റികളുണ്ട്. അതിൽ പിങ് പോങ്, റൂബി ലോങ്ങൻ എന്നീ 2 ഇനങ്ങൾ മാത്രമേ നമ്മൾ നട്ടിട്ടുള്ളൂ. അതിൽ റൂബി ലോങ്ങനാണ് ഈ കാണേണ്ടത്. ഏകദേശം 3 വർഷം കൊണ്ട് ഇത് കായ്ഫലം തരും. റൂബി ലോങ്ങൻ നമ്മൾ ചെറിയ തൈയാണ് അതിൻ്റെ നമുക്ക് നിലവിൽ ഇപ്പോൾ ലഭ്യമാണ് വിവിധ നഴ്സറികളിൽ. വലിയ തൈ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് റേറ്റ് കൂടിയ ഒരു തൈയാണ് റൂബി ലോങ്ങൻ്റെ തൈ. ചാണകം, എല്ലുപൊടി, വേപ്പുമിണ്ണാക്ക്, ജീവാമൃതം എന്നിവ ചേർത്താണ് നമ്മൾ ഈ തൈ നടുന്നത്. നട്ടതിന് ശേഷം നമ്മൾ ആദ്യത്തെ 2 വർഷം ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് അതിന് വെയിൽ നിയന്ത്രിക്കുകയും ശരിയായ നന കൊടുക്കുകയും ചെയ്യും. എന്നാൽ മാത്രമാണ് ഈ ചെടി നമ്മുടെ ഇവിടെ പിടിച്ച് വളരാനുള്ള സാധ്യതയുള്ളൂ. ഇത് അനോന ഫാമിലിയിൽപ്പെട്ട റെഡ് ജെഫ്നർ എന്ന വളരെ റെയറായ ഒരു ചെടിയാണ്. അനോന എന്ന് പറയുമ്പോൾ ആത്തച്ചക്ക ഫാമിലിയിൽപ്പെട്ട ചെടിയാണ്. ഇത് മധ്യ അമേരിക്കയിലാണ് ഈ ചെടി വളരുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെയും ഈ ചെടി വളരെ നന്നായി വളരും. ഇതിൻ്റെ ചക്കയ്ക്ക് ശരിക്കും മധുരവും ഒരു നേരിയ പുളിയുമുള്ള വളരെ നല്ല സ്വാദുള്ളൊരു ചെടിയാണ് റെഡ് ജെഫ്നർ. ഈ ചെടി ഗ്രാഫ്റ്റ് ചെയ്യാണ്. ഇത് കായ്ക്കാൻ 2.5 വർഷം മതി. 2.5 വർഷം കൊണ്ട് റെഡ് ജെഫ്നർ കായ്ക്കും. ഇത് ആഫ്രിക്കൻ സ്വദേശിയായ ഇംബെ എന്നു പേരുള്ളൊരു ഫ്രൂട്ടാണ്. ഇത് നമ്മുടെ കേരളത്തിൽ നന്നായി വളരും. 3 വർഷം കൊണ്ട് ഇംബെ കായ്ക്കും. ചുവന്ന നിറത്തിലുള്ള ചെറിയുടെ ഷേപ്പുള്ള ഒരു ഫ്രൂട്ടാണ് ഇംബെ. മധുരമുള്ള വളരെ നല്ല ഫ്രൂട്ടാണ് ഇംബെ. നമ്മൾ തൈ നടുന്നത് ചാണകം, എല്ലുപൊടി, വേപ്പുമിണ്ണാക്ക് എന്നിവ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 അടി താഴ്ചയിൽ മണ്ണ് മാറ്റി അതിൽ മണ്ണും ഈ പറയുന്ന വളങ്ങളും കൂടി മിക്സ് ചെയ്ത് അതിട്ടതിന് ശേഷമാണ് നമ്മൾ ഇംബെ ചെടി നടുന്നത്. ഇംബെ നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 1-1.5 വർഷം അതിന് നല്ല രീതിയിലുള്ള നന ആവശ്യമാണ്, അല്ലെങ്കിൽ ചെടി നശിച്ചു പോകും. 3 വർഷത്തിനുള്ളിൽ ഈ ചെടി കായ്ക്കുകയും ചെയ്യും. ഇത് മൂട്ടിപ്പഴമാണ്. മൂട്ടിപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തടിയെ കൂടെ പറ്റി പിടിച്ച് നല്ല ചുവന്ന നിറത്തിൽ മധുരവും പുളിയുമുള്ള ഒരു പഴമാണ് മൂട്ടിപ്പഴം. മൂട്ടിപ്പഴം കായ്ക്കാൻ ശരിക്കും 5 വർഷത്തിൻ്റെ മേലെ പിടിക്കും. ഇതിപ്പോൾ 1.5-2 വർഷം പ്രായമുള്ള തൈയാണ് മൂട്ടി നമ്മൾ ജൈവ രീതിയിൽ തന്നെയാണ് നട്ടിട്ടുള്ളത്. എല്ലുപൊടി, വേപ്പമിണ്ണാക്ക്, ചാണകം തുടങ്ങിയവയാണ് ഇതിന് നമ്മൾ നൽകുന്നത്. ഇത് മൾബറി വിഭാഗത്തിൽപ്പെട്ട പാകിസ്ഥാൻ മൾബറി എന്ന ചെടിയാണ്. ശരിക്കും മൾബറി ഇനത്തിൽ നമുക്ക് കഴിക്കാൻ ഏറ്റവും നല്ലത് പാകിസ്ഥാൻ മൾബറിയാണ്. പാകിസ്ഥാൻ മൾബറീൻ്റെ ഒരു കായ് ഏകദേശം 7 സെൻറ്റിമീറ്റർ വരെ നീളം വരും എന്നാണ് പറയുന്നത്. നമ്മുടെ എന്താണേലും ഒരു 4-5 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള പഴം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ 3 വിഭാഗമുണ്ട്. ചുവപ്പ്, മഞ്ഞ, വെള്ള എന്നീ വിഭാഗമുണ്ട്. അതിൽ മഞ്ഞ കളറുള്ളതാണ് ഏറ്റവും മധുരമുള്ളതെന്ന് പറയുന്നു. നമ്മുടേത് ചുവപ്പ് വിഭാഗമാണ്. പാകിസ്ഥാൻ മൾബറിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു വലിയ മരമായിട്ട് വളരാൻ വളരെ സാധ്യതയുണ്ട്. ഇത് പ്രൂൺ ചെയ്താൽ മാത്രമേ ഇത് കായ്ക്കുകയുള്ളൂ. പ്രൂൺ ചെയ്തില്ല, ഇങ്ങനെ കമ്പ് നീണ്ടു പോവുകയാണെങ്കിൽ അത് കായ്ക്കില്ല. അതിന് പകരം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ കട്ട് ചെയ്തോ ആ കട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ അവിടുന്ന്
മുള വരികയും ആ മുളയിൽ കൂടെ കായ് വരികയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ മൾബറി ഇനങ്ങളിൽ ഏറ്റവും നല്ലത് പാകിസ്ഥാൻ മൾബറിയാണ്. ഇത് ഗാർസീനിയ വിഭാഗത്തിൽപ്പെട്ട മുണ്ടു ഫ്രൂട്ടിൻ്റെ തൈയാണ്. മാങ്കോസ്റ്റിൻ പോലെ തന്നെ വളരെ സ്ലോ ഗ്രോത്തുള്ള ഒരു ചെടിയാണ് മുണ്ടു. മുണ്ടു പഴത്തിന് പുളിയും അല്പം മധുരവും കൂടിയ പഴമാണ് മുണ്ടുവിൻ്റെ. മഞ്ഞ നിറമുള്ള പഴമാണ്. കായ്ക്കാൻ ഏകദേശം 5 വർഷത്തിന് മേലെ കാലാവധി എടുക്കും. ഈ ചെടി നട്ടിട്ട് ഇപ്പോൾ 2.5 വർഷമായി. 2.5 വർഷമായിട്ട് ഈ ചെടി ഇത്ര മാത്രമേ വളർന്നിട്ടുള്ളൂ. വർഷത്തിൽ 1-2 തവണ മാത്രമേ മുണ്ടു ഫ്രൂട്ട് തളിർത്ത് കിട്ടുകയുള്ളൂ. ഇതാണ് ഗാർസീനിയ വിഭാഗത്തിൽപ്പെട്ട മാങ്കോസ്റ്റിൻ ചെടി. പഴങ്ങളുടെ രാജ്ഞിയാണ് മാങ്കോസ്റ്റിൻ. ഞാൻ ശരിക്കും ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് മാങ്കോസ്റ്റിൻ കൃഷിയാണ്. മാങ്കോസ്റ്റിൻ കൃഷി കുറച്ച് ബുദ്ധിമുട്ടുള്ള കൃഷിയാണ്. 30 അടി അകലത്തിൽ വേണം ഈ ചെടികൾ നടാൻ. അതുകൊണ്ട് തന്നെ സ്ഥലത്ത് കുറച്ച് ചെടികൾ മാത്രമേ പിടിക്കുകയുള്ളൂ. ആ പ്രാരംഭകാലത്തിൽ ഇതിന് നനവും അതേപോലെ തന്നെ ഗ്രീൻ നെറ്റ് ഷെയ്ഡും വളരെ നിർബന്ധമാണ്. വെയിൽ കൊണ്ടാൽ അപ്പോൾ തന്നെ ഈ ചെടികളുടെ ഇലകൾ കരിഞ്ഞു പോകുന്നതിനും ചെടി നശിച്ചു പോകുന്നതിനും വളരെ സാധ്യതയുണ്ട്. കൂടാതെ വളരെ സ്ലോ ഗ്രോത്തുള്ള ഒരു ചെടിയാണ് ഗാർസീനിയ വിഭാഗത്തിൽപ്പെട്ട മാങ്കോസ്റ്റിൻ. മാങ്കോസ്റ്റിൻ്റെ ഇങ്ങനെയുള്ള കമ്പുകൾ വളരാൻ തുടങ്ങിയാൽ മാത്രമേ മാങ്കോസ്റ്റിൻ്റെ വേര് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയും മാങ്കോസ്റ്റിൻ തൈ വളരുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മാങ്കോസ്റ്റിൻ നടുകയാണെങ്കിൽ ഒരിക്കലും ഒരു ചെറിയ തൈ നടാൻ പാടില്ല. ചെറിയ തൈ നട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് കായ് കിട്ടാൻ ഒരുപാട് താമസം വരും. ശരിക്കും മാങ്കോസ്റ്റിൻ കായ്ക്കുന്നതിന് ഏകദേശം 10 വർഷത്തോളം കാലാവധി വേണം. 8 വർഷം കഴിഞ്ഞാൽ മാത്രമേ മാങ്കോസ്റ്റിൻ കായ്ക്കാൻ തുടങ്ങുകയുള്ളൂ. നമ്മൾ ഒരു മാങ്കോസ്റ്റിൻ തൈ നടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഈ ഹൈറ്റ് എങ്കിലും ഉള്ളൊരു തൈ നട്ടാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കാലത്ത് അതിൽ നിന്ന് ആദായം കിട്ടുകയുള്ളൂ. ഈ മാങ്കോസ്റ്റിൻ ചെടി ഒരു 2-2.5 വർഷത്തിനുള്ളിൽ കായ്ക്കും. മാങ്കോസ്റ്റിൻ നമുക്ക് വളരെ ആദായം തരുന്നൊരു കൃഷിയാണ്. വയനാട് ജില്ലയിൽ മാങ്കോസ്റ്റിൻ കായ്ക്കുന്നത് മറ്റ് ജില്ലകളിലെ കായ തീർന്ന ശേഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് സീസണിൽ ഈ പഴം കായ്ക്കുമെന്നതുകൊണ്ട് ഇവിടെ മാർക്കറ്റ് വാല്യൂ ഇതിന് കൂടുതൽ കിട്ടും. കൂടാതെ വയനാടിൻ്റെ തണുപ്പ് കാലാവസ്ഥയിൽ മാങ്കോസ്റ്റിന് മറ്റു ജില്ലയെ അപേക്ഷിച്ച് അല്പം കൂടി മധുരം കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആയതും മാങ്കോസ്റ്റിൻ കൃഷി വിജയസാധ്യത വളരെ വർദ്ധിപ്പിക്കുന്നതാണ്. ശരിക്കും നമ്മൾ ഈ പൊക്കമുള്ള ഒരു മാങ്കോസ്റ്റിൻ്റെ തൈയാണ് വാങ്ങുന്നതെങ്കിൽ ഏകദേശം മാർക്കറ്റ് ലൈന് 1000 മുതൽ 1500 രൂപ വരെ വില കൊടുക്കേണ്ടി വരും. കൂടാതെ 1 കിലോ മാങ്കോസ്റ്റിൻ പഴത്തിന് 250 രൂപ മുതൽ 400 രൂപ വരെ നിലവിൽ മാർക്കറ്റുണ്ട്. ഇതിൻ്റെ പഴം പറിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമുക്ക് സൂക്ഷിപ്പ് കാലാവധി കിട്ടുമെന്നതുകൊണ്ട് നമ്മൾക്ക് പറിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കയ്യിൽ വെച്ചതിന് ശേഷം വിൽപ്പന നടക്കുമെന്നതിനാൽ ആയതും നമുക്കിതിൻ്റെ മാർക്കറ്റ് വാല്യൂ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. മാങ്കോസ്റ്റിന് ശരിക്കും രാസവളം ഇടേണ്ട ആവശ്യമില്ല. മാങ്കോസ്റ്റിൻ ജൈവവളം മാത്രം ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ്. അതേപോലെ തന്നെ മാങ്കോസ്റ്റിന് വേപ്പുമിണ്ണാക്ക്, എല്ലുപൊടി, ജീവാമൃതം, ആട്ടിൻ ചാണകം, സാദാ ചാണകം എന്നിങ്ങനെയുള്ള ജൈവവളങ്ങളാണ് ചേർക്കേണ്ടത്. ഒരു വർഷത്തിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണ ജൈവവളം ചേർക്കേണ്ടത് മാങ്കോസ്റ്റിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ മാങ്കോസ്റ്റിന് നമ്മൾ വിചാരിച്ച വളർച്ച കിട്ടുകയുള്ളൂ. ഏകദേശം 30 അടി അകലത്തിൽ നടുമെന്നതുകൊണ്ട് തന്നെ ഒരു ഏക്കറിൽ 60-65 തൈ കൂടുതൽ നടാൻ സാധിക്കുകയില്ല. ഇത് ഡുക്കു എന്നൊരു ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഏകദേശം 2 വർഷമായ ഒരു പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ്. ഡുക്കു, ലോങ്സാറ്റ്, ലോട്ട്കോൺ ഇങ്ങനെ വിവിധ ഇനം ഫ്രൂട്ട്സാണ് ഈ വിഭാഗത്തിലുള്ളത്. അതിൽ ഡുക്കു ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡുക്കു ഫ്രൂട്ടിന് അല്പം കൂടി ലോങ്സാറ്റിനേക്കാളും അല്പം കൂടി വലിപ്പം കൂടുതലുണ്ട്. കൂടാതെ അല്പം കൂടി മധുരവുമുണ്ട്. ശരിക്കും ലോങ്ങൻ പോലെ തന്നെ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു ഫ്രൂട്ടാണ് ഡുക്കു. ഡുക്കു ഫ്രൂട്ട് ശരിക്കും വളരെ റെയറാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നന്നായി കായ്ക്കുകയും കൊലകളായി കായ്ക്കുകയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന പഴം ലഭ്യമാകുകയും ചെയ്യും. ഇത് അലൂപ്പാഗ് എന്നൊരു ചെടിയാണ്. അലൂപ്പാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 വർഷം കൊണ്ട് കായ്ക്കുന്നൊരു ഫ്രൂട്ടാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ്. എറണാകുളത്ത് നിന്ന് വാങ്ങിയതാണ്. ജൈവവളം മാത്രമാണ് നമ്മൾ ഈ ചെടിക്ക് ചേർത്തിട്ടുള്ളൂ. മറ്റു വളങ്ങളൊന്നും ചേർക്കുന്നില്ല. ആദ്യത്തെ 1 വർഷം മാത്രം നമ്മൾ ഗ്രീൻ നെറ്റ് ഇട്ട് അതിന് ഷെയ്ഡ് കൊടുത്തു. കൂടാതെ ഇവിടെ നമ്മൾ ഇറിഗേഷൻ നന്നായി നടത്തുന്നുണ്ട്.
ഇവിടെ സ്പ്രിങ്ക്ലർ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെടികൾ മൊത്തം വേനൽക്കാലത്ത് നനയ്ക്കുന്നത്. അലൂപ്പാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്രൂട്ടും അതിൻ്റെ അകത്ത് വലിയൊരു കുരുവും, അതിൻ്റെ നമ്മൾ തിന്നുന്ന ഭാഗം ഏകദേശം റംബൂട്ടാൻ്റെ ഒക്കെ ഒരു ഭാഗം തിന്നുന്നത് പോലെയാണ് തോന്നുക. പക്ഷെ അതിനേക്കാളും മധുരം കൂടുതലുണ്ട്. തിന്നുന്ന പാർട്സ് കുറച്ച് അളവ് കുറവാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. ഇത് പേരയ്ക്ക വിഭാഗത്തിൽപ്പെട്ട തായ്ലാൻഡ് പിങ്ക് പേരയുടെ ചെടിയാണിത്. ഏകദേശം ഇത് അടുത്ത വർഷം കായ്ക്കും. ഇപ്പോൾ ഇത് 1.5 വർഷം കഴിഞ്ഞതിന് പ്രായം, 2 വർഷം കഴിഞ്ഞാൽ കായ്ക്കും. VNR പേര, തായ്ലാൻഡ് പേര, അറക്ക കിരൺ തുടങ്ങിയ പേരകളാണ് പേരകളിൽ ഏറ്റവും മികച്ച ഇനമായിട്ട് കണക്കാക്കുന്നത്. അതിൽ തായ്ലാൻഡ് പിങ്ക് എന്ന ഇനമാണ് ഈ കാണുന്നത്. ഇത് കുറച്ച് സ്ഥലം മാത്രമുള്ളവർക്ക് നടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മാവാണ് മൾട്ടി ബെഡ് മാവ്. ഈ മാവിൽ ശരിക്കും നമ്മൾ 4 ഇനം മാവുകളാണ് ബെഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കോട്ടൂർ കോണമുണ്ട്, കോട്ടപ്പറമ്പനുണ്ട്, തായ്ലാൻഡ് മാവുണ്ട്, അങ്ങനെ ചന്ദ്രക്കാരൻ, അങ്ങനെ 4 ഇനം മാവുകൾ ഈ ഒരു മാവിൽ തന്നെ നമ്മൾ ബെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ കമ്പിൽ ഓരോ ഇനം മാങ്ങകൾ ലഭിക്കും എന്നതാണ് ഈ മാവിൻ്റെ പ്രത്യേകത. കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് ഒരു മാവ് മാത്രമേ നടാൻ സ്ഥലമുള്ളൂ എങ്കിൽ ശരിക്കും മൾട്ടി ബെഡ് മാവ് നടുന്നതാണ് ഏറ്റവും അനുയോജ്യം. ആ മൾട്ടി ബെഡിൽ നമുക്കിഷ്ടപ്പെട്ട ഇനം R2E2 അല്ലെങ്കിൽ ഹിമപസന്ത്, ഏത് ഇനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആ ആഗ്രഹമുള്ള ബെഡ് ഉള്ള തൈ നടുന്നതാണ് ഏറ്റവും അനുയോജ്യം. നമ്മുടെ ഈ പറമ്പിൽ നമുക്ക് ശരിക്കും മാവ്, പ്ലാവ്, അതേപോലെ തന്നെ കുരുമുളക്, കവുങ്ങ്, തെങ്ങ് തുടങ്ങി വിവിധ കൃഷികൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൃഷികൾ ഒന്നും ചെയ്യുന്നതിന് ഇത്തരം വെറൈറ്റികളായ പഴച്ചെടികൾ നടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഓരോ മരത്തിനും ഓരോ വളർച്ചയാണ്, ഓരോ രീതിയിലാണ് കായ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ഥലത്ത് ഓരോ തൈകളും നട്ടേക്കുന്നത് അതിനാവശ്യമായ അകലം മുൻകൂട്ടി കണക്കുകൂട്ടിയിട്ടാണ് ചെടികൾ നട്ടിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഒരു മരം മറ്റൊരു മരത്തിന് ബുദ്ധിമുട്ടാകുന്ന രീതി ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇത് സപ്പോട്ട വിഭാഗത്തിൽപ്പെട്ട ഗ്രീൻ സപ്പോട്ടയുടെ തൈയാണ്. ഗ്രീൻ സപ്പോട്ട തന്നെ റെഡ് ഫൈസാൻ എന്ന വേറൊരു വെറൈറ്റിയും കൂടി ഇതിൽ അറിയപ്പെടുന്നുണ്ട്. ഈ സപ്പോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നട്ട് 7 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ കായ്ഫലം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ഒരു കായ വിരിഞ്ഞ് കണ്ടാൽ ഏകദേശം 1.25 വർഷം വേണം നമുക്ക് ആ ഫ്രൂട്ട് പഴുത്ത് കിട്ടാൻ. പക്ഷേ ഇതിൻ്റെ പഴം ഏകദേശം 3/4 കിലോയോളം തൂക്കം വരുന്നതും നല്ല റെഡ് കളറുള്ളതും മധുരവും നല്ല ടേസ്റ്റുള്ളതുമാണ്. ഒരു വിദേശ വിഭാഗത്തിൽപ്പെട്ട ഫ്രൂട്ടാണിത്. ഈ ചെടി നടുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ചെടി നടുമ്പോൾ ഇത് കൃത്യമായി നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകുന്ന സ്റ്റമ്പ് നമ്മൾ കട്ട് ചെയ്തില്ലെങ്കിൽ ഇത് വളരെ ഉയർത്തി പോയതിന് ശേഷം മാത്രമേ കമ്പ് തിരിയുള്ളൂ. നമ്മൾ ശരിക്കും ഈ മരം ഈ വലിപ്പത്തിലെത്തിയപ്പോൾ നമ്മൾ ഒന്ന് കട്ട് ചെയ്തു. ആ കട്ട് ചെയ്തുകൊണ്ടാണ് ഈ 2 സ്റ്റമ്പ് വന്നത്. ഈ 2 സ്റ്റമ്പ് വന്നതിന് ശേഷം ഇവിടെ എത്തിയപ്പോൾ നമ്മൾ വീണ്ടും കട്ട് ചെയ്തു. അപ്പോൾ ഒരു സ്റ്റമ്പും കൂടി വന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പുതിയ സ്റ്റമ്പ് വരുന്നുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ പ്രൂണിങ് കറക്റ്റ് അല്ല എങ്കിൽ വളരെ ഉയരത്തിൽ പോകുന്ന ഒരു മരമാണ് റെഡ് ഫൈസാൻ എന്നറിയപ്പെടുന്ന ഗ്രീൻ സപ്പോട്ട വിഭാഗത്തിൽപ്പെട്ട ഈ ചെടി. ചെറി ഓഫ് പാരാമിരം എന്നറിയപ്പെടുന്ന ഒരു ചെറിയാണിത്. കറുപ്പ് നിറത്തിലുള്ളതും അത്യാവശ്യം വലിപ്പത്തിലുള്ളതും മധുരമുള്ളതുമായൊരു ചെറിയാണ് ചെറി ഓഫ് പാരാമിരം. ഞാൻ ഈ തൈ എറണാകുളം വെളിയത്ത് ഗാർഡൻ എന്ന നഴ്സറിയിൽ നിന്നാണ് വാങ്ങുന്നത്. അവർ നമുക്ക് ഓൺലൈനായിട്ട് തൈ അയച്ചു തരും. ഗ്രീൻ സപ്പോട്ട, അതേപോലെ തന്നെ ഈ ചെടി, അങ്ങനെ വിവിധ ചെടികൾ ഓൺലൈനായിട്ട് വാങ്ങി നമ്മൾ നടുന്നുണ്ട്. ഇത് ഒരുപാട് പടരുകയില്ല, ഒരു ബുഷായിട്ട് നമുക്ക് നിൽക്കുകയും നല്ല ഭംഗിയുള്ള കായ്കൾ കിട്ടുകയും ചെയ്യും. ഇത് റംബൂട്ടാൻ വിഭാഗത്തിൽപ്പെട്ട N80 എന്ന ഇനം റംബൂട്ടാനാണ്. നമ്മുടെ പറമ്പിൽ നമ്മൾ ശരിക്കും 3 ഇനം റംബൂട്ടാനാണ് നട്ടേക്കുന്നത്. മഞ്ഞ റംബൂട്ടാൻ E35, കൂടാതെ നല്ല വലിപ്പം വരുന്ന സീസർ എന്നീ 3 ഇനങ്ങളാണ് നട്ടേക്കുന്നത്. റംബൂട്ടാൻ ശരിക്കും വിവിധ വെറൈറ്റി ഉണ്ട്.
പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു റംബൂട്ടാൻ തൈ മാത്രമേ നടാൻ സ്ഥലമുള്ളൂ എങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് N80 വിഭാഗത്തിൽപ്പെടുന്ന ഒരു റംബൂട്ടാൻ തൈ നടുന്ന. ആ റംബൂട്ടാൻ ആകുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നമുക്ക് നല്ല മധുരമുണ്ട്, കുരുവിൽ നിന്ന് വിട്ട് കിട്ടുന്നതിന് എളുപ്പമുണ്ട്, അധികമായി കായ്ക്കുകയും ചെയ്യും. റംബൂട്ടാൻ തൈ നമ്മൾ നടുമ്പോൾ ശരിക്കും അതിന് 45 അടി അകലം കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ സ്ഥല സൗകര്യം കുറവുള്ളതുകൊണ്ട് നമ്മൾ 45 അടി ഇട്ടിട്ടില്ല. ഏകദേശം ഒരു 30-32 അടി അകലത്തിലാണ് ഇപ്പോൾ നമ്മൾ തൈകൾ നട്ടിട്ടുള്ളത്. റംബൂട്ടാൻ തൈ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പ്രൂണിംഗ് ആണ്. അതിൻ്റെ പ്രൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തയ്യെ നമ്മളൊരിക്കലും മേലോട്ട് വളരാൻ സമ്മതിക്കരുത്. തൈ എപ്പോഴും മുകളിലേക്ക് വളർന്നു പോകുമ്പോൾ നമ്മളതിൻ്റെ ഏറ്റവും മുകളിലെ തണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യും. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പുകൾ ചുറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യും. ചുറ്റിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിനൊരു വലയിടാനും അതേപോലെ തന്നെ നമുക്ക് കയ്യെത്തുന്ന ഉയരത്തിൽ നിന്ന് ഇതിൽ നിന്നൊരു പഴങ്ങൾ പറിക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ചെടികൾ നമ്മൾ പ്രൂൺ ചെയ്യുക എന്നത് വളരെ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ പ്രൂൺ ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പ്രൂൺ ചെയ്യുമ്പോൾ വിവിധ വശങ്ങളിലേക്കുള്ള കമ്പ് നിലനിർത്തി മാത്രമാണ് നമ്മൾ പ്രൂണിങ് നടത്തുന്നത്. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് മരം എല്ലാ വശങ്ങളിലേക്കും പടർന്ന് കാണാനൊരു ഭംഗിയും നമുക്ക് കായ പറിക്കാൻ എളുപ്പം കിട്ടുകയും ചെയ്യാം. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 2.5 വർഷം കഴിഞ്ഞ തൈയാണ്. അടുത്ത വർഷം എന്താണെങ്കിലും ഈ തൈ പൂവിടുമെന്നാണ് കരുതുന്നത്. അതിനുള്ളൊരു വളർച്ച ആയിട്ടുണ്ട്. ഇത് റംബായി എന്നൊരു ഫ്രൂട്ട് ചെടിയാണ്. റംബായി 2 ഇനമുണ്ട്. വൈറ്റ് റംബായി ഉണ്ട്, റെഡ് റംബായി ഉണ്ട്. ഇതതിൽ റെഡ് റംബായി വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണ്. പുളിയും മധുരവും കലർന്ന ഒരു ചെറിയൊരു ഫ്രൂട്ടാണ് റംബായി ഫ്രൂട്ട്. നമ്മൾ പറമ്പിൽ കുരുമുളക് നന്നായി കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുരുമുളകിന് ശരിക്കും മറ്റു പറമ്പുകളിൽ കാണുന്ന പോലെ അത്രയും കേട് കാണുന്നില്ല. അതിൻ്റെ ശരിയായ കാരണം എന്ന് പറയുന്നത് നമ്മൾ ജൈവ രീതിയിൽ മാത്രമാണ് ഇവിടെ കൃഷി ചെയ്യുന്നതെന്നുകൊണ്ടാണ്. നമ്മൾ ഇതിന് ചാണകം, കുമ്മായം, മറ്റ് ജൈവവളങ്ങൾ എന്നിവയാണ് കൃത്യമായി ചേർത്ത് കൊടുക്കുന്നത്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വരെ നമ്മൾ വളമിടാറുണ്ട്. കുരുമുളക് ശരിക്കും നമ്മൾ ജൈവമായ രീതിയിൽ അധികം മണ്ണ് കിളച്ചു മറിക്കാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും കുരുമുളക് തൈകൾ യാതൊരു കേടുകൂടാതെ നിൽക്കും എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ കുരുമുളക് ചെടികൾ കാണപ്പെടുന്നത്. നമ്മൾ കുരുമുളകിൻ്റെ തണ്ട് നടുന്നതിനായി സെലക്ട് ചെയ്യുന്നത് ഇതിൻ്റെ അടിയിൽ നിന്ന് വളരുന്ന തണ്ടുകളാണ് സെലക്ട് ചെയ്യുക. ഇതേപോലെ ഇതിൻ്റെ ഏകദേശം ഈ ഒരു ഹൈറ്റിൽ നിന്നും താഴേക്ക് തണ്ടിൽ നിന്ന് പൊട്ടി വളരുന്ന തണ്ടുകളാണ് നമ്മൾ നടുന്നതിനായി സെലക്ട് ചെയ്യുന്നത്. ഈ തണ്ടുകൾ നമ്മൾ ഏകദേശം 3-4 മുട്ട് 2-3 മുട്ടുകൾ വെച്ച് ഇത് നമ്മൾ മുറിക്കും. അത് മുറിച്ചതിന് ശേഷം ഒന്നുമില്ല നമ്മളത് കൂട്ടിലാക്കിയതിന് ശേഷം നടും. അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു മെയ് മാസം മഴ സ്റ്റാർട്ട് ചെയ്യുന്ന ഏപ്രിൽ-മെയ് മാസത്തിൽ നമ്മൾ നേരിട്ട് നടുകയാണ് ചെയ്യുക. ഒരു കുഴി എടുത്തിട്ട് അതിൽ 4 തണ്ടുകൾ വരെ നമ്മൾ നടും. അത് നട്ടതിന് ശേഷം അതിന് നമ്മൾ ചാണകം, വേപ്പുംപൊടി, എല്ലുമിണ്ണാക്ക് തുടങ്ങിയ ജൈവവളങ്ങൾ ചേർക്കുകയും ചെയ്യും. കുരുമുളക് വള്ളി തളിർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് മരത്തിലേക്ക് ചേർത്ത് കയറ് ഉപയോഗിച്ച് കെട്ടി വിടും. ചകിരിക്കയറാണ് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ചകിരിക്കയർ കെട്ടി കയറ്റിയാണ് കൊടിക്ക് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഓരോ മഴയുടെ സീസണും അല്ലാതെയും ഒക്കെയായിട്ട് മറ്റ് ജൈവവളങ്ങൾ ചേർക്കുകയും അതേപോലെ തന്നെ കുമ്മായം ആവശ്യത്തിന് ചേർക്കുകയും ചെയ്യും. കുരുമുളക് ഏകദേശം മഴക്കാലം തുടങ്ങുമ്പോഴാണ് തിരിയിട്ട് തുടങ്ങുന്നത്. ഏകദേശം ഒരു ഏപ്രിൽ ലാസ്റ്റ് മെയ് ആദ്യത്തോടുകൂടി കുരുമുളക് തിരിയിടുകയും ഫെബ്രുവരി മാർച്ചോടുകൂടി നമുക്ക് പറിക്കാനാവുകയും ചെയ്യും. ഫ്രൂട്ട്സ് കൃഷി കൂടാണ്ട് വിവിധ ഇനം വാഴകൾ സെലക്ട് ചെയ്ത് നടന്നൊരു ഹോബി കൂടി എനിക്കുണ്ട്. ഞാൻ ഇവിടെ ഏകദേശം 10ഓളം വാഴത്തൈകൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ് നട്ടത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുമ്പോൾ വളരെ ചെറിയ ഒരു പ്ലാന്റാണ് നമുക്കതിൽ വരിക. അപ്പോൾ അത് കൽക്കട്ട തുടങ്ങിയ ദൂര പ്രദേശങ്ങളിൽ നിന്ന് വരുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ തൈ വളരെ അവശനായിരിക്കും. നമ്മളതിനെ അതിൻ്റെ പൊതി മാറ്റി വെള്ളമൊക്കെ തളിച്ച് നമ്മൾ കുറച്ചുകൂടി വലിപ്പമുള്ളൊരു കൂട്ടിലേക്ക് മണ്ണും വളമെല്ലാം ചേർത്ത് ഈ തൈ മാറ്റി നട്ട് അങ്ങനെ ഏകദേശം ഒരു 1-2 മാസം പരിപാലിച്ചതിന് ശേഷമാണ് നമ്മൾ പറമ്പിലേക്ക് വാഴകളെ മാറ്റിയിടുന്നത്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാഴകൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളെ പറ്റിക്കാറുമുണ്ട്. ഇത് അത്തരത്തിൽ അവർ വാഴക്കുഞ്ഞാണെന്ന് പറഞ്ഞ് നമുക്ക് തന്നാണ്. നമ്മളതിനെ വാഴയാണെന്നുള്ള രീതി തന്നെ ചെറുപ്പത്തിൽ പരിപാലിക്കുകയും ചെയ്തു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് നല്ല ഭംഗിയുള്ള പൂവാണ്. ഇത് നമ്മുടെ വീട്ടിൽ ഉള്ളൊരു ഏകദേശം ഒരു 7 വർഷത്തിന് മേലെ പ്രായമുള്ള ഒരു സാധാ സപ്പോട്ടയാണ്. സപ്പോട്ട വിവിധ വിഭാഗമുണ്ട്.
അതിൽ ശരിക്കും ഇത് സാധാ സപ്പോട്ടയാണ്. ബനാന സപ്പോട്ട, ക്രിക്കറ്റ് ബോൾ, അങ്ങനെ വിവിധ ഇനങ്ങളുണ്ടെങ്കിലും നമ്മളൊരു സാധാ സപ്പോട്ട ഇട്ടാണ്. നല്ല മധുരമുള്ളൊരു സപ്പോട്ടയാണ്. ഇത് ലിച്ചി മരമാണ്. ലിച്ചി ശരിക്കും എല്ലാ ജില്ലയിലും കായ്ക്കുന്നില്ലെന്ന് നന്നായി പരാതി പറയുന്നുണ്ട്. പക്ഷെ വയനാട്, ഇടുക്കി ജില്ലകളിൽ ലിച്ചി നന്നായി കായ്ക്കും. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിച്ചി പൂവിടുന്ന കാലഘട്ടത്തിൽ ചൂട് കുറച്ച് കുറവ് വേണം. ഏകദേശം ഒരു 23 ഡിഗ്രി സെൽഷ്യസ് ചൂടിലൊക്കെ കാലാവസ്ഥ നിൽക്കുന്ന സമയത്താണ് ലിച്ചി പൂവിടുന്നത്. അതുകൊണ്ടാണ് ലിച്ചി മറ്റ് സ്ഥലങ്ങളിൽ കായ്ക്കാതെ വരുന്നത്. അതുമാത്രമല്ല, ലിച്ചി ഏകദേശം കായ്ക്കുന്നതിന് ഒരു 10 വർഷം വരെ പ്രായം എടുക്കാറുമുണ്ട്. 10 വർഷം പ്രായമായി ഇവിടെ റോസ് ഗാർഡൻ എന്ന സ്ഥലത്ത് മേപ്പാടിയൊക്കെ നന്നായി ലിച്ചി കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ മിക്ക സ്ഥലങ്ങളിൽ ലിച്ചി നന്നായി കായ്ക്കുന്നുണ്ട്. ലിച്ചി കായ്ക്കാത്തതിൻ്റെ ഒരു കാരണം അതിൻ്റെ ടെമ്പറേച്ചറിൽ വരുന്ന വ്യതിയാനമാണ് മറ്റ് ജില്ലകളിൽ കായ്ക്കാതെ വരുന്നത്. വയനാട്, ഇടുക്കി ജില്ലകളിൽ ലിച്ചി കൃഷി നന്നായി വിജയിക്കും. ഇത് ചെറി വിഭാഗത്തിൽപ്പെട്ട ബർബഡോസ് ചെറി എന്ന് പറയുന്നൊരു ചെറിയ വിഭാഗമാണ്. ശരിക്കും ബർബഡോസ് ചെറി നിറച്ചും കായ്ക്കും. എന്നിരിക്കെ കൂടി ഞാനിത് മറ്റുള്ളവർ നടാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ പഴത്തിന് നമ്മൾ വിചാരിച്ചത്ര മധുരമൊന്നുമില്ല, ശരിക്കും പുളിയാണ്. വിറ്റാമിൻ സിൻ്റെ കലവറയൊക്കെയാണ്. പക്ഷെ നമുക്ക് നേരിട്ട് കഴിക്കാൻ അത്ര സൂപ്പറല്ല, പുളിയാണ്. എന്നാലും ഞങ്ങൾ അത്യാവശ്യം നന്നായി പറിച്ച് കഴിക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 5-6 വർഷം പ്രായമായൊരു പ്ലാന്റാണ്. ഇത് വൈനിടാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു ചെറിയാണിത്. പക്ഷെ എന്നാലും സ്ഥലപരിമിതി ഉള്ളവർ ഈ ചെറി നടേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബർബറോസ് ചെറി നമ്മൾ ഇതുകൊണ്ട് ഷേക്ക് അടിച്ചിട്ടുണ്ട്. പാല്, പഞ്ചസാര എല്ലാം ചേർത്ത് ഷേക്ക് അടിച്ച് നോക്കിയിട്ടുണ്ട്. ഷേക്ക് അടിച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല രുചിയാണ്. നമ്മളൊരു മറ്റ് ഷേക്ക് കുടിക്കുന്ന പോലെയെല്ലാം നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അതുകൂടാതെ തന്നെ ഈ ചെറിയുടെ അധികം പഴുക്കാത്ത ഈ കളറൊക്കെ വരുമ്പോൾ പറിച്ചിട്ട് നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ടേസ്റ്റാണ് ഈ ചെറിക്കുള്ളത്. ഇതിന് നേരിട്ട് തിന്നുമ്പോൾ പുളി ഉണ്ടെങ്കിലും ഇതിൻ്റെ മറ്റ് പല ഗുണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ചെറി നട്ടു വളർത്തുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഈ ചെറിൻ്റെ കാര്യം പറയുന്നത് കൂടെ തന്നെ ഈ ചെറിയുടെ ചുവട്ടിൽ നമ്മളൊരു മൺകുടം കാണുന്നുണ്ട്. ഈ മൺകുടം ശരിക്കും നമുക്ക് ആദ്യം ചെടികൾ നനയ്ക്കുന്നതിന് മോട്ടറും മറ്റ് സ്ഥല സൗകര്യങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ ഈ മൺകുടത്തിലാണ് ഓരോ ചെടിയുടെ ചുവട്ടിലും വെള്ളം വെച്ചുകൊണ്ടിരുന്നത്. ഇതിനിങ്ങനെ ചെറിയൊരു ഓട്ടയിടും. ഓട്ടയിട്ടിട്ട് അതിൻ്റെ അകത്തൊരു തിരി നിറച്ച് വെക്കും. അതിനുശേഷം നമ്മൾ ഈ തിരി കറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിലേക്ക് വെച്ച് ഇതിൽ വെള്ളം നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അപ്പോൾ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ തുള്ളിയായിട്ട് ചെടികൾക്ക് കിട്ടുകയും നമ്മൾ ആഴ്ചയിലൊരിക്കൽ ഈ കുടം നിറച്ചും വെള്ളം വെച്ചു കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ചും കൂടി ഡ്രിപ്പ് ഇറിഗേഷനും മറ്റ് സിസ്റ്റങ്ങളും ആക്കിയ ശേഷമാണ് നമ്മൾ ഈ കുടം ഉപയോഗിക്കാതെ. ഈ നിൽക്കുന്ന മരത്തിൻ്റെ പേര് ഗാബ് എന്നാണ്. ഗാബ് ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ കായ്ച്ചുകൊണ്ടിരുന്ന ഒരു മരമാണ് ഗാബ്. നമ്മുടെ ഗാബ് ഈ വർഷമാണ് ആദ്യമായിട്ട് കായ്ച്ചത്. മാർച്ച് മാസത്തിൽ പൂവിട്ടെങ്കിലും ഇപ്പോൾ സെപ്റ്റംബർ ആയിട്ടും അതിൻ്റെ കായകൾ പഴുത്ത് കിട്ടിയില്ല. ഏകദേശം 8 മാസമെങ്കിലും വേണം ഗാബിൻ്റെ പഴം പഴുത്ത് കിട്ടുന്നതിന്. ഗാബിന് അത്യാവശ്യം മധുരമുണ്ട്. എന്നാൽ അമിതമായി ടേസ്റ്റുള്ള ഒരു പഴമായിട്ടല്ല ഗാബിനെ എല്ലാവരും പറയുന്നത്. യൂട്യൂബിലൊക്കെ അതിനെപ്പറ്റി നോക്കിയപ്പോൾ അങ്ങനെയാണ് നമുക്ക് അറിവ് കിട്ടിയത്. എന്നിരിക്കലും ഇത് ശരിക്കും ഒരു വീടിൻ്റെ മുൻവശത്ത് നടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് ഗാബ്. കാരണം അത് ഇല കൊഴിയില്ല, വളരെ ഭംഗിയോടുകൂടി നിൽക്കുകയും അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇരിക്കാനും മറ്റ് സൗകര്യവും കിട്ടുകയും ചെയ്യും. നല്ല ഭംഗിയുമുണ്ട് ഗാബ് മരത്തിന്. ഇത് അനോന ഫാമിലിയിൽപ്പെട്ട റൊളീനിയോ എന്നൊരു ഫ്രൂട്ടാണ്. റൊളീനിയോ എന്ന് പറഞ്ഞാൽ തെക്കേ അമേരിക്കൻ സ്വദേശിയാണ്. റൊളീനിയോ വളരെ പെട്ടെന്ന് കായ്ക്കും. ഏകദേശം നട്ട് ഒരു 2.5-3 വർഷം കൊണ്ട് റൊളീനിയോ കായ്ക്കും. പക്ഷേ റൊളീനിയോ ചെടി നടുമ്പോൾ നമ്മൾ കുറേ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ മരം പെട്ടെന്ന് വളരെ വലിപ്പത്തിൽ വളരുകയും മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ തൈ നടുമ്പോൾ കുറച്ച് ആഴത്തിൽ കുഴിയെടുത്തിട്ട് വേണം റൊളീനിയോ നടാൻ. അതുകൂടാതെ റൊളീനിയോ ഭയങ്കര ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് നമ്മൾ ഏകദേശം നമുക്ക് കൈക്ക് പറിക്കാൻ പറ്റുന്ന ഒരു ഉയരം എത്തുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോകുന്ന സ്റ്റമ്പ് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യേണ്ടത് നിർബന്ധമാണ്. റൊളീനിയോയുടെ പഴം മഞ്ഞ കളറാകുമ്പോഴാണ് പറിക്കുന്നത്. ഇതിന് ശരിക്കും സൂക്ഷിപ്പ് കാലാവധി വളരെ കുറവാണ്. നമ്മൾ റൊളീനിയോ പറിച്ചാൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മധുരവും പുളിയുമുള്ള എന്നാൽ ആത്തച്ചക്കയുമായിട്ട് അതിൻ്റെ രുചിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് റൊളീനിയോ ഫ്രൂട്ട്. അതിന് ആത്തച്ചക്കയുള്ള കരികരിപ്പില്ല, എന്നാൽ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ അത്രയും മധുരവുമില്ല. എന്നിരിക്കലും വളരെ നല്ലൊരു ഫ്രൂട്ടാണ്
നമ്മുടെ ഒളീനിയം. ഇത് ജബോട്ടിക വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്, മരമുന്തിരി. ജബോട്ടിക്കേൻ്റെ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്, 60-70 വെറൈറ്റികളുണ്ട് ജബോട്ടിക്കയിൽ. ഇത് എസ്കാർലെറ്റ് എന്ന് പറയുന്ന ഒരു ഇനമാണ്. ജബോട്ടിക്ക ശരിക്കും എല്ലാവരും പാത്രങ്ങളിലാണ് ശരിക്കും നട്ട് കൃഷി ചെയ്യുന്നത്. എന്നാൽ നമുക്കിത് പറമ്പിൽ നടാം, പറമ്പിൽ നട്ടാലും നന്നായി വിജയിക്കും. ജബോട്ടിക്ക കായ്ക്കാനാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇതിൻ്റെ ഈ അടിയിലുള്ള തൊലി പൊളിയാൻ തുടങ്ങിയാലാണ് ഏകദേശം ജബോട്ടിക്കയ്ക്ക് കായ്ക്കാനുള്ളൊരു പ്രായമായി എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ ജബോട്ടിക്ക അടുത്ത വർഷം കായ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇത് നിലവിൽ 3 വർഷം പ്രായമായ ഒരു ജബോട്ടിക്കയുടെ തൈയാണ് കാണുന്നത്. ഇത് മിറാക്കിൾ ഫ്രൂട്ട് അല്ലെങ്കിൽ മാജിക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് ട്രീയാണ്. ഇതിൻ്റെ ഒരു ചെറിയ പഴമാണ് ഇതിനുള്ളത്. ഈ ഒരു പഴത്തിന് അധികം നമുക്ക് രുചിയില്ല, അതിൻ്റെ കുരുവൊക്കെ വലുതാണ്, നമുക്ക് തിന്നാൻ കിട്ടുന്ന അംശം വളരെ കുറച്ച് കുറവാണ്. പക്ഷേ ഈ പഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പഴം കഴിച്ചതിന് ശേഷം നമ്മൾ പുളിയുള്ള ഏത് പഴങ്ങൾ കഴിച്ചാലും, നാരങ്ങയുടെ നീര് കഴിച്ചാൽ പോലും നമുക്ക് നല്ല മധുരം അനുഭവപ്പെടും. ഏകദേശം അത് ഒരു 2 മണിക്കൂർ വരെ ആ മധുരം നമുക്ക് നാവിൽ നിലനിൽക്കുകയും ചെയ്യുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ക്യാൻസർ രോഗികൾക്ക് റേഡിയേഷനും മറ്റ് കീമോതെറാപ്പി തുടങ്ങിയ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭക്ഷണത്തിനോട് അരുചി തോന്നുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരുടെ രുചി മുകളങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് മാജിക് ഫ്രൂട്ട്. ഈ ചെടി അധികം ഉയരത്തിൽ വളരുകയില്ല. ഇത് നമുക്ക് വേണേൽ ചട്ടിയിൽ നടാൻ പറ്റും, വീടിൻ്റെ മുറ്റത്ത് നടാൻ പറ്റും, നിറച്ചും പഴം കായ്ക്കുകയും ചെയ്യും. ഇപ്പം നിലവിൽ ഇതിൽ കായില്ലെങ്കിലും ഇതിലിപ്പോൾ നിറച്ചും പൂക്കളുണ്ട്. ഇതിന് ഏകദേശം ഒരു വർഷത്തിൽ 2-3 തവണയിൽ കൂടുതൽ ഇതിൽ നമുക്ക് പഴങ്ങൾ ലഭിക്കാറുണ്ട്. ഈ ചെടിയുടെ പേര് ബെയറാപ്പിൾ അഥവാ എലന്തപ്പഴം എന്നൊരു ചെടിയാണിത്. എലന്തപ്പഴം ശരിക്കും റെഡും ഉണ്ട്, അതേപോലെ തന്നെ ഗ്രീനും ഉണ്ട്. ഇത് ഗ്രീൻ വെറൈറ്റിയാണ്, റെഡ് വെറൈറ്റി ഇവിടെ നട്ടിട്ടില്ല. റെഡ് വെറൈറ്റി കായ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഗ്രീൻ ഇതിവിടെ കായ്ക്കും. ഇപ്പോൾ ഇതിൻ്റെ സീസണല്ല, ഇതിൽ ശരിക്കും ഫ്ലവർ ഇട്ടിരുന്നു, നമുക്ക് കാ പിടിച്ചിട്ടില്ല. അടുത്ത വർഷം തൊട്ട് കായ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 വർഷം കൊണ്ട് ഏകദേശം ബെയറാപ്പിൾ നമ്മുടെ ഇവിടെ കായ്ച്ചു കിട്ടും.